ശരി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം മൂന്നാമത്തെ പ്രാവശ്യമാണ് MLA ആയിരിക്കുന്നത്. ഏറ്റവും മികച്ച പാർലമെന്റേറിയനാണ്. ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ചുമതലപ്പെടുത്ത ഒരാൾ കൂടിയാണ്. അതിമനോഹരമായി ഞങ്ങളെല്ലാം സീറ്റിൽ പോയി അഭിനന്ദിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പ്രമുഖ അഭിഭാഷകൻ, മികച്ച പാർലമെന്റേറിയൻ, മികച്ച സംഘാടകൻ എല്ലാം കണക്കാക്കിയിട്ടല്ലേ വെച്ചിരിക്കുന്നത്. അല്ലാതെ അവരുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള അവരുടെയൊക്കെ സംഭാവനകളെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ നമുക്ക് പറ്റുമോ? അത്രയും വലിയ കോൺട്രിബ്യൂഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. സംശയം എന്താ? വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നത് ആന്റോ ആന്റണിയുടെ പേരായിരുന്നു. പിന്നെ അതിൽ എങ്ങനെയാണ്? അല്ലാതെ നിങ്ങളല്ലേ ചർച്ച ചെയ്തത്? ഞങ്ങൾ ആരോടും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഞങ്ങളുടെ KPCC ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ പണ്ടും പറഞ്ഞു, നിലമ്പൂരത്തെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു, ദേവി ഇത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അനുവാദം ഞങ്ങൾക്ക് തന്നെ. നിങ്ങൾ ഒരു ദിവസം രാവിലെ ഒരു KPCC പ്രസിഡന്റ് തീരുമാനിക്കും, ഉച്ചയ്ക്ക് പറയും അതിന്റെ തൂക്കം കുറഞ്ഞെന്ന് പറയും, വേറൊരാളുടെ പേര് പറയും, പിറ്റേ ദിവസം നിങ്ങൾ വേറൊരാൾ പറയും. ഞങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്വം ഉണ്ട് അതിൻ്റെ അകത്ത്? എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുക എന്താ ആന്റോ ആന്റണി വരാത്തതെന്ന്. ഞങ്ങൾ ആരെങ്കിലും, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും നിങ്ങളോട് ആരോടെങ്കിലും ഇത് ഇന്ന ആളാണ് വരാൻ പോണെന്ന് പറഞ്ഞു? ഞങ്ങൾ ആന്റോ ആന്റണി അടക്കമുള്ള ആളുകളെ പരിഗണിച്ചിട്ടുണ്ട്. പല സാഹചര്യങ്ങളുടെ പുറത്താണ് ഒരു തീരുമാനം. ഒരു പാർട്ടിയല്ലേ, പ്രത്യേകിച്ച് മാത്രമല്ല ഒരു ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉള്ള ഒരു പാർട്ടിയാണ്. ഒരുപാട് ആളുകളുണ്ട്, നല്ല മികച്ച ആളുകൾ എന്ന് പറയുമ്പോൾ ആകാത്തവരൊക്കെ മോശക്കാരാണെന്നാണോ? അല്ലല്ലോ, പല കാരണങ്ങൾ കൊണ്ടാണ്.